പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായി നേരിടാനും അതിനെ ചെറുക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് വിനിയോഗിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വേണ്ട സമയത്ത് അറിയിച്ചാൽ നമുക്ക് പ്രതിരോധിക്കാം. കാരണം കുട്ടികളും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കേണ്ടതല്ലേ. അങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ പനി വന്ന് കിടന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും ഒരു അസുഖങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് വിദ്യാലയത്തിൻ്റെയും ചുമതലയാണ്, ആരോഗ്യവകുപ്പിൻ്റെയും ചുമതലയാണ്, വിശിഷ്യ നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ എൻ്റെയും ചുമതലയാണ്. നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഭക്ഷ്യവകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ 24 ലക്ഷത്തോളം കുട്ടികൾക്കാണ് 4 കിലോ സൗജന്യ അരി വിതരണം ഇന്നിവിടെ നിർവഹിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല വിഭാഗമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇത്തവണ സർക്കാർ സംവിധാനത്തിൽ സബ്സിഡൈസ് റേറ്റിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ഇന്ന് കിറ്റുകളടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഓണം പ്രമാണിച്ച് നൽകുന്നുണ്ട്. സപ്ലൈകോൻ്റെ വിൽപ്പനശാലകളും കൺസ്യൂമർ ഫെഡിൻ്റെ വിൽപ്പനശാലകളും സംസ്ഥാനത്ത് സജീവമായി നിലനിൽക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലം തലത്തിലുള്ള പരിപാടികൾ അത് ഈ ഏതാണ്ട് നാളെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിക്കുക. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നാളെയും മറ്റന്നാളുമായിട്ട് നിർവഹിക്കപ്പെടുക. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക. അങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ അതിൽ കുട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള പങ്ക് നൽകണം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ സൗജന്യമായിട്ടുള്ള അരി വിതരണം ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ 24 ലക്ഷം കുടുംബങ്ങൾ, 24 ലക്ഷം കുട്ടികളെന്ന് പറയുമ്പോൾ അത്രയും കുടുംബങ്ങളിൽ ഓണത്തിനുള്ള അരി എത്തുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞത്, പച്ചക്കറി കിറ്റുകളടങ്ങിയ സപ്ലൈകോൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ വിൽപ്പനയും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇനം തുണിത്തരങ്ങൾ ഇന്ന് വിപണിയിൽ സജീവമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഏതാണ്ട് ഓണം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്നൊരവസ്ഥയിലേക്ക് അത്രയേറെ ആഘോഷങ്ങൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരം ജില്ലയായിരിക്കും. തലസ്ഥാനം കൂടി ആയതുകൊണ്ടായിരിക്കാം ഓണത്തിന് വലിയ പ്രാധാന്യമാണ് ഈ പ്രദേശങ്ങളിൽ. മാത്രമല്ല അതുകൊണ്ട് തന്നെ വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഓണം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയണം. ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നില്ല. ഇപ്പോൾ അസുഖങ്ങൾ ആർക്കും വരാം, അതൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായി നേരിടാനും അതിനെ ചെറുക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് വിനിയോഗിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. അപ്പോൾ തന്നെ ഈ വിദ്യാലയത്തിൽ 2 കുട്ടികൾക്ക് വന്ന തക്കാളിപ്പനി 28 കുട്ടികളിലേക്ക് പടർന്നു. അതിനെക്കുറിച്ച് ഇന്നലെ നഗരസഭയിലെ കൗൺസിലർമാരുടെയും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ വലിയൊരു വിമർശനം ഉണ്ടായി. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വേണ്ട സമയത്ത് അറിയിച്ചാൽ നമുക്ക് പ്രതിരോധിക്കാം. കാരണം കുട്ടികളും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കേണ്ടതല്ലേ. അങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ പനി വന്ന് കിടന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് കാര്യങ്ങളുണ്ടെങ്കിലും സർക്കാർ ആ നിമിഷം തന്നെ ഏത് അസുഖം റിപ്പോർട്ട് ചെയ്താലും സംശയമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിനെ നിങ്ങൾ അറിയിക്കണം, നഗരസഭയെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും ഒരു അസുഖങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് വിദ്യാലയത്തിൻ്റെയും ചുമതലയാണ്, ആരോഗ്യവകുപ്പിൻ്റെയും ചുമതലയാണ്, വിശിഷ്യ നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ എൻ്റെയും ചുമതലയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ശക്തമായിട്ട് നടപടികൾ വിദ്യാലയത്തിൻ്റെ ഭാഗത്തുണ്ടാവണം.
അങ്ങനെ വരുമ്പോൾ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.